കിഡ്സ്, എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. നിങ്ങളുടെ വെക്കേഷനിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ചില കുട്ടികൾക്ക് ചിലപ്പം എവിടെയെങ്കിലും ട്രിപ്പ് പോയതാവാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും വാങ്ങിയതാവാം. എന്താണ് നിങ്ങളുടെ വെക്കേഷനിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യം എന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്യാം. സോ നിങ്ങൾ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുന്നതിന്റെ കൂടെ ഒരൊറ്റ കാര്യം കൂടി മക്കൾ ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുകയും വേണം. പുതിയൊരു ക്ലാസ്സിലേക്കാണ് അല്ലെ നമ്മൾ പോകാൻ പോകുന്നത്. 7ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു പുതിയ തുടക്കത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. 6ാം ക്ലാസ്സിന്റെ അത്ര അങ്ങ് സിമ്പിൾ ആയിക്കൂല. കുറച്ചുകൂടി പുതിയ കാര്യങ്ങൾ ഉണ്ടാവും, പുതിയ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തറിയണം? ചെറിയ കുഞ്ഞു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമ്മളുടെ 7ാം ക്ലാസ് തകർപ്പനായിട്ട് കിഡിലരായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും സെറ്റ് അല്ലേ? നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ. കുറച്ച് കാര്യങ്ങളെ മിസ് പറയുന്നുള്ളൂ. വെക്കേഷൻ ഫുള്ള് പഠിച്ചു വെക്കണം എന്നൊന്നും പഠിച്ചിരിക്കണം എന്നൊന്നും മിസ് പറയുന്നില്ല. ഈ ചെറിയ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ പിന്നെ 7ാം ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. അതിന്റെ മുന്നേ മക്കളെ നമ്മളുടെ 7ാം ക്ലാസ്സിന്റെ സൂപ്പർ ബാച്ച് ഇതാ നിങ്ങൾക്ക് ഈ ഓഫർ കഴിയാൻ പോവാണ് കേട്ടോ. കുറച്ച് കാലം കൂടെ ഇതുണ്ടാവുള്ളൂ. 3999 ബാച്ച് 1999 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 2000 രൂപ റിഡക്ഷനിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഏതെങ്കിലും മക്കൾ ഇനിയും ജോയിൻ ചെയ്യാത്തത് ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോട്ടോ. ഇപ്പൊ ഈ ഒരു ഓഫറൊക്കെ ഇപ്പം കഴിയും. പിന്നെ നിങ്ങൾ 3999 പഴയ ആ കോഴ്സ് ഫീ കൊടുത്ത് തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ ഒരു ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ മിസ് ഉറപ്പ് തരാണടാ, നിങ്ങളുടെ 7ാം ക്ലാസ്സിനെ കുറിച്ച് വേറൊരു പേടിയും നിങ്ങൾക്ക് വേണ്ട. അത് നമ്മളുടെ കയ്യിൽ സുരക്ഷിതമാണ്. നമ്മൾ തകർപ്പനാക്കി സെറ്റാക്കി നമ്മൾ പഠിച്ചിരിക്കും. ഓക്കെ, സോ നമ്മൾ വെക്കേഷൻ ഇതാ അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമ്മളുടെ 7ാം ക്ലാസ് കുറച്ചുകൂടി സിമ്പിൾ ആവും കേട്ടോ. അതാണ് നമ്മളുടെ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. ഇതിനെക്കുറിച്ച് നമ്മൾ 6ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഇത് ആവർത്തിച്ച് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് സെറ്റാക്കി വെച്ചാൽ പിന്നെ നിങ്ങൾ 7ാം ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. അത് അടിപൊളിയായിട്ട് സെറ്റാക്കി നമ്മൾ പഠിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഭിന്നസംഖ്യകളിൽ എന്തൊക്കെ പഠിക്കണം? നമ്മൾ എന്ത് പഠിക്കണം? ഒന്ന് അഡീഷൻ പഠിക്കണം അല്ലെ, കൂട്ടാൻ പഠിക്കണം. സബ്ട്രാക്ഷൻ പഠിക്കണം, കുറയ്ക്കാൻ പഠിക്കണം. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം, ഗുണിക്കാൻ പഠിക്കണം. അതുപോലെ നമ്മളുടെ ഡിവിഷൻ പഠിക്കണം, ഹരിക്കാൻ പഠിക്കണം. അതിൽ നമ്മൾ ഇവന്മാരെ രണ്ടാളുടെയും കൂട്ടാനും കുറയ്ക്കാനും 6ാം ക്ലാസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു കൊല്ലം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇവന്മാർ രണ്ടാളുമാണ്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണടാ ഈ ഒരു 7ാം ക്ലാസ് ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഒരുപാടുണ്ടാവും. അപ്പൊ എൻ്റെ മക്കളെ ഇതൊന്നും അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചാൽ പിന്നെ നോക്ക്, നിങ്ങളുടെ 2 ചാപ്റ്റർ നിങ്ങൾ ആലോചിക്കേ വേണ്ട. നിങ്ങൾക്ക് ഭിന്നസംഖ്യകളും ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ വിപരീത ഭിന്നങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടാവും. ഈ ചാപ്റ്റർ സെറ്റാക്കി നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ എൻ്റെ മക്കൾ ഇതൊന്ന് പഠിച്ചു വെക്കേ. എങ്ങനെയാന്ന് വെച്ചാലടാ ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആടാ, സിമ്പിൾ കാര്യമാണ്. താമസം തരികയാണ്. 3/4 into 2/5 ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. എങ്ങനെയാ ഗുണിക്കാൻ അറിയോ? സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ആലോചിച്ച് വെച്ചാൽ മതി. ഏത് സ്റ്റെപ്പാണ്? ഈ ഒരു സ്റ്റെപ്പ്. എങ്ങനെയാ അറിയോ? ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ഗുണിക്കുക, ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ ഗുണിക്കുക. സിമ്പിൾ കാര്യം. എങ്ങനെയാ ചെയ്യാ? ഇവന്മാർ രണ്ടാളെയും ഗുണിക്കുക, 3 ഗുണിക്കണം 2 ഡിവൈഡഡ് ബൈ ഇവന്മാർ രണ്ടാളെയും തമ്മിൽ ഗുണിക്കുക, 4 into 5. എന്തായിരിക്കും ആൻസർ? 3 into 2 6 ആണ്, 4 5 20 ആണ്. 6/20 ആയിരിക്കും ആൻസർ. എന്തോ പണിയുണ്ടോ? ഒരു പണിയും ഇല്ല അല്ലെ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 3 വേണ്ട, എപ്പോഴും ഇങ്ങനെ 3 എന്തിനാ എടുക്കുന്നത്? 5/4 into 2/9. ഓക്കെ, ഇതെന്തായിരിക്കും? ഏതാണ് നമ്മളുടെ സ്റ്റെപ്പ്? ഇവനാണ് അല്ലെ നമ്മളുടെ സ്റ്റെപ്പ്. എങ്ങനെയാ ചെയ്യാ? മുകളിലുള്ളവന്മാരെ ഗുണിക്കുക, 5 ഗുണിക്കണം 2 10. താഴെയുള്ളവന്മാരെ ഗുണിക്കുക, 9 ഗുണിക്കണം 4 എത്രയാണ്? 36. 10/36 ആയിരിക്കും ആൻസർ. ഇത്ര സിമ്പിൾ ആയിരുന്നോ മൾട്ടിപ്ലിക്കേഷൻ? അങ്ങനെയെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്ക്. 3/4 into 5/4. ഇത് നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കും. ഇതെന്തായിരിക്കും? നിങ്ങൾ ചിലപ്പോൾ ഈ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, അപ്പൊ ഞാൻ വേറെന്തൊക്കെയോ മോഡൽ ചെയ്യാലോ എന്നൊക്കെ വിചാരിക്കും. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിലും ന്യൂമറേറ്റർ സെയിം ആണെങ്കിലും ഒന്നും ഈ മൾട്ടിപ്ലിക്കേഷനിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മളുടെ ഈ സ്റ്റെപ്പ് മാത്രമേ ഇതിൽ നടക്കാൻ പോകുന്നുള്ളൂ. എന്താണ്? മുകളിലുള്ളവന്മാരെ തമ്മിൽ ഗുണിക്കുക, 3 into 5 15 ആണ്. താഴെയുള്ളവന്മാരെ തമ്മിൽ ഗുണിക്കുക, 4 into 4 16 ആണ്. 15/16 ആയിരിക്കും ആൻസർ.
ഓക്കെ, അപ്പൊ എങ്ങനെ വന്നോട്ടെ, തിരിഞ്ഞും മറിഞ്ഞും ഒരുപോലെ ഈക്വൽ ആയിട്ട് ഒക്കെ വന്നോട്ടെ, നമ്മളുടെ സ്റ്റെപ്പ് ഏതാ? ഇവനാണ് നമ്മളുടെ സ്റ്റെപ്പ്. ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുക, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സാറേ. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, 3/4 ഇൻറ്റു, അല്ലെങ്കിൽ വേണ്ട, 6/8 ഇൻറ്റു 9/8. ഇത് എത്രയായിരിക്കും? ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിന്റെ കൂടെ മക്കളെ ഇതിന്റെ ഒക്കെ നോട്ട്സ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ. അതിന്റെ താഴെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഉണ്ടാവും. അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്കുള്ള നോട്ട്സും നിങ്ങൾക്കുള്ള ലൈവ്സിന്റെ നോട്ടിഫിക്കേഷനും ഒക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, അടുത്ത നമുക്ക് ആരെയാണ് പഠിക്കേണ്ടത്? നമ്മുടെ ഹരണം പഠിക്കണം അല്ലെ, ഡിവിഷൻ പഠിക്കണം. എങ്ങനെയാടാ ചെയ്യാ? ഇതും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സാറേ. അതായത് 3/4 ഇൻറ്റു 5/6 ഇൻറ്റു അല്ല അല്ലെ, ഡിവൈഡഡ് ബൈ. ഇവനെ ചെയ്യണം. ഇവനെ ചെയ്യാൻ ഭയങ്കര ഡിവൈഡ് ചെയ്യേണ്ടതോ ഹരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് പറ്റിക്കല. ഇതെന്താ സംഭവം അറിയോ? ഇതിനെങ്ങനെയാ ചെയ്യാന്നറിയോ? ഇതിന്റെ രണ്ടാമത്തെ നമ്പർ ഇല്ലേ, ധവനില്ലേ രണ്ടാമത്തെ നമ്പർ, ആ രണ്ടാമത്തെ നമ്പറിനെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതായത് 3/4 മിസ് ഇങ്ങനെ തന്നെ എഴുതും, ഗുണിക്കണം. ഇവനില്ലേ, ഇവനെ തിരിച്ചിടുന്നതിന് ഒരു പേര് പറയും. എന്താണ്? റെസിപ്രോക്കൽ വ്യുൽക്രമം എന്നാ പറയാ. ഇവനെ തിരിച്ചിട്ടാ എന്താ ഉണ്ടാവുക? 6/5. ഓക്കെ, 6/5, 5/6 തിരിച്ചിട്ടപ്പം 6/5. ഇനി ഏതാ നമ്മളുടെ ഈ സ്റ്റെപ്പ് തന്നെ? 3 ഇൻറ്റു 6, 1 6 6 2 6 12 3 6 18 അല്ലെ, ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 20. 18/20 ആയിരിക്കും ആൻസർ. ഒരു പണിയുമില്ല. യെസ്. അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ 4/5 ഹരിക്കണം 3/2. ഇതെന്തായിരിക്കും? ഇതുപോലെ തന്നെ ചെയ്ത് നോക്ക്. എങ്ങനെയാ ചെയ്യാ? രണ്ടാമത്തെ നമ്പറിനെ തിരിച്ചിടണം അല്ലെ. അപ്പൊ 4/5 മിസ് ഇങ്ങനെ തന്നെ എഴുതി ഗുണിക്കണം. രണ്ടാമത്തെ നമ്പറിന്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ എടുക്കണം. 3/2ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 2/3, 2/3. ഇനി എങ്ങനെയാണ്? ഇവന് അല്ലെ, ഇവന് 4 ഗുണിക്കണം 2, ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ഗുണിക്കുക. താഴെ 5 ഇൻറ്റു 3 ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ ഗുണിക്കുക. 4 ഇൻറ്റു 2 8 ആണ്, 5 ഇൻറ്റു 3 15 ആണ്. 8/15 ആയിരിക്കും ആൻസർ. അങ്ങനെയെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞേ, 3/2 ഹരിക്കണം 5/2. ഇതെത്രയായിരിക്കും? കമന്റ് ബിലോ. ഓക്കെ, ഇങ്ങനെ നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമ്മളുടെ 7ാം ക്ലാസ് സെറ്റാക്കാൻ അടിപൊളിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ മിസ്സിന്റെ കൂടെ വരിക. നമുക്ക് മാത്സ് തകർക്കണം, അടിപൊളിയാക്കണം. അതിന്റെ കൂടെ നമ്മളുടെ 7ാം ക്ലാസ്സിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വരും. നിങ്ങൾ ഒരുപാട് ടൈം ഒന്നും ഇതിൽ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് ടൈം കളിക്കുകയും ചിരിക്കുകയും ട്രിപ്പ് പോവുകയൊക്കെ ചെയ്യുന്ന സമയമല്ലേ, അതിൽ നിന്ന് ഒരു മണിക്കൂർ, ഒന്നുമില്ലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും വെറുതെ ഒന്ന് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ച് നോക്ക്. പിന്നെ 7ാം ക്ലാസ് കളറായിരിക്കും, സെറ്റായിരിക്കും. അപ്പൊ നമുക്ക് കളറാക്കണം, അടിപൊളിയാക്കണം. എക്സാംസിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങണം. നിങ്ങൾ നമ്മളെ കൂടെ ഒന്ന് നിന്നാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ സെറ്റാക്കി തരും. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.